അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല, നമ്മുടെ വണ്ടിയുടെ ടയർ ഒന്ന് മാറണം. എക്സ്പൾസിൻ്റെ അല്ല, സ്കോർപ്പിയോയുടെ. നമ്മുടെ സ്കോർപ്പിയോയുടെ ഈ ഇടത്തെ സൈഡ് ചെറുതായിട്ടും തട്ടുമൊക്കെ ചെയ്ത് ക്ലിയറാക്കി പെയിൻറ്റ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ടയർ മാറാനെ കൊണ്ട് നേരെ കായംകുളത്തോട്ട് പോകാം. നമ്മൾ കായംകുളത്ത് 2-3 കട കണ്ടു വെച്ചിട്ടുണ്ട്. യൂസ്ഡ് ടയേഴ്സ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് കയറി നോക്കണം. അവിടെ ഞാൻ ചാച്ചനും കൂടാണ് വണ്ടിയുടെ ടയർ മാറാനെ കൊണ്ട് പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ കായംകുളത്തോട്ട് വെച്ച് പിടിക്കുകയാണ്. നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നെ കിട്ടിയൊരു ടയറാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കിടക്കുന്നത്, സ്കോർപ്പിയോയുടെ. അത് കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ വണ്ടി ഏകദേശം 27,000 ചില്ലുവാനം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷേ അതിന് മുന്നേ നമ്മുടെ ടയർ വെട്ടിത്തേഞ്ഞു. കാരണം കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ടയറിന്. 5,000 കിലോമീറ്റർ ഇരിക്കുമ്പോൾ അലൈൻമെൻറ്റ് ചെയ്യേണ്ടതാണ്. 27,000 കിലോമീറ്റർ ആയപ്പോഴത്തേനും വണ്ടിയുടെ ടയർ വെട്ടി തേഞ്ഞു. ഒരു സൈഡ് ശരിക്കും അങ്ങ് തേഞ്ഞു. ഫ്രണ്ടിലത്തെ 2 ടയറും നല്ലപോലെ തേഞ്ഞു. വെട്ടി തേയുകയോ ചെയ്തേക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനൊരു കുഴപ്പം. നമ്മുടെ പോകുന്ന വഴിക്ക് കൊപ്രാപ്പുര ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷൻ ഉണ്ട്. അവിടെ ഒരു MRFൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ MRFൻ്റെ ടയർ കടയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ടിലത്തെ 2 ടയറുമാണ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ. വൺ സൈഡ് വെട്ടി കിടക്കുവാണ്. അപ്പം നമ്മളെന്തായാലും ഫ്രണ്ടിലത്തെ 2 ടയറും മാറി. ബാക്കി സ്റ്റെപ്പിനി ഇരിപ്പുണ്ട്. സ്റ്റെപ്പിനി അത്യാവശ്യം കട്ടയുണ്ട്. അപ്പം വിചാരിച്ചെന്നാൽ നമ്മൾ അടിയിൽ കിടക്കുന്ന സ്റ്റെപ്പിനി ഊരി ബാക്കിലത്തെ ഒരു സൈഡ് നന്നായിട്ട് തേഞ്ഞിട്ടുണ്ട്. ബാക്കിലത്തെ ഡ്രൈവിംഗ് സൈഡ് നന്നായിട്ട് തേഞ്ഞിട്ടുണ്ട് ബാക്കിലത്തെ ടയർ. അപ്പം അതും മാറി ഫ്രണ്ടിലത്തെ 2 ടയറും മാറാമെന്ന് കരുതി. അതായത് ബാക്കിലത്തെ ടയറിന് സ്റ്റെപ്പിനി എടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിനിക്ക് ഈ ബാക്കിലത്തെ ടയർ എടുത്ത് കയറ്റിയിട്ടിട്ട് ആ സ്റ്റെപ്പിനി കിടക്കുന്ന ടയർ ബാക്കിൽ വിട്ടിട്ട് ഫ്രണ്ടിലത്തെ 2 ടയറും പുത്തൻ ടയറും ഇടാം എന്ന് കരുതി. നമുക്ക് ടയറിന് വരുന്നത് 11,400 ഒരു ടയറിന് വരുന്നത്. MRFൻ്റെ ടയറാണ്. നമ്മൾ ആദ്യം ഒരു യൂസ്ഡ് ടയേഴ്സിൻ്റെ ഷോപ്പിൽ പോയായിരുന്നു. അവിടെ 235/65 ഇല്ല, അതിൻ്റെ കൂടിയത്, അതായത് കുറച്ചുകൂടി വലിപ്പം കൂടിയ ടയറാണ്. അത് ഈ സൈസ് അല്ല. പക്ഷേ വലിച്ചു കയറ്റിയിടാൻ കുഴപ്പമൊന്നുമില്ല, ഓടുമെന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് വിശ്വസനീയമല്ലല്ലോ. അപ്പോൾ നമ്മൾ MRFൻ്റെ ടയർ യൂസ് ചെയ്തു. നമ്മളിതാണ് ചൂസ് ചെയ്തത്. അത്യാവശ്യം കട്ടയൊക്കെ ഉണ്ട്. 235/65 R17. യെസ്, ഇത് തന്നെ. നമുക്കിനി ഇത് ടയർ ഊരി വെച്ചിട്ടുണ്ട്. മറ്റേ ടയർ മാറ്റുവാണ്. അതിൽ നിന്ന് മാറ്റിയിട്ട് പുത്തൻ ടയർ എടുത്ത് തരണം. നമ്മൾ ടയർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ എന്നോട് പുള്ളി ചോദിച്ചു, ഇതേവരെ നമ്മുടെ വണ്ടിയുടെ ടയർ അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. കാരണം വെട്ടിത്തേഞ്ഞിരിക്കുന്നതുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല തരാം. അപ്പോൾ എന്നോട് പറഞ്ഞു 5,000 കിലോമീറ്റർ ആകുമ്പോൾ 5,000 കിലോമീറ്റർ ഇരിക്കുമ്പോൾ ഇതുപോലെ അലൈൻമെൻറ്റ് ചെയ്യണം. വണ്ടി അങ്ങനെ ഓടാറില്ല, ഒരുപാടൊന്നും ഓടിയിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു അതിനെപ്പറ്റി, വലിയ ധാരണയില്ലായിരുന്നു. വണ്ടി ഇനിയും കൊണ്ടിട്ട് ഫുള്ളായിട്ടൊന്ന് കഴിയണം. അപ്പോൾ നമ്മൾ ടയർ കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ 2 ടയറും മാറി. ഇപ്പോൾ ഒരു രസമുണ്ട് കാണാൻ. എന്തായാലും ഇനി വണ്ടിയുടെ ടയർ 2 അലൈൻമെൻറ്റ് ചെയ്യണം. അതിന് മുന്നേ പ്രഷർ അടിച്ച് ഫുൾ ഫില്ല് ചെയ്തിട്ട് വേണം, പ്രഷർ കറക്റ്റാക്കിയിട്ട് വേണം നമുക്കിനി അലൈൻമെൻറ്റ് ചെയ്യാനെ കൊണ്ട്. ഇനി നമുക്ക് അലൈൻമെൻറ്റ് ഫംഗ്ഷനിലേക്ക് കടക്കാം. അടിഭാഗമൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട്. വണ്ടി ഇവിടെ വെറുതെ ഇറങ്ങും. ഞാൻ അങ്ങനെ അധികം എടുക്കാറൊന്നുമില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രമേ കാർ എടുക്കാറുള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ വണ്ടിയിലായിരിക്കും പോകുന്നത്. ഈ മെഷീനകത്ത് നമുക്ക് കാണിക്കും. അതിനകത്ത് ആ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെ സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാനും അറിഞ്ഞൂടാ. വണ്ടീനകത്ത് കാണിക്കുന്നത് ഈ പച്ച കത്തി കഴിയുമ്പോൾ ആ സൈഡ് ഓക്കെ ആണെന്നാണ് അർത്ഥം. റെഡ് കത്തിയാൽ ആ സൈഡ് ഓക്കെ അല്ല എന്നാണ് അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാം, എന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും കുറേ നേരത്തെ പണിക്ക് ശേഷം പച്ച കത്തിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി മാത്രം കത്തിയാൽ മതി. കത്തുമ്പോഴത്തേന് നമ്മുടെ സ്കോർപ്പിയോയുടെ ഫ്രണ്ട് ടയറിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ടയർ മാത്രമേ അലൈൻമെൻറ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഇത്രയാണ് നമുക്ക് ബില്ല് വന്നിരിക്കുന്നത്, 22,800. അതായത് ഒരു ടയറിന് 11,400. അലൈൻമെൻറ്റിൻ്റെ പൈസ ഇതിനകത്ത് വരത്തില്ല, ബില്ലിനകത്ത് വരത്തില്ല കേട്ടോ. അത് എക്സ്ട്രാ പേയ്മെൻറ്റാണ് നമ്മളല്ലാണ്ട് കൊടുത്തത്. അപ്പം ബില്ലിനകത്ത് ആ പേയ്മെൻറ്റ് വരത്തില്ല. നല്ല മഴയായിരുന്നു, അത് കാരണം വണ്ടി ഇറക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നമ്മൾ ടയർ എന്തായാലും മാറി. ഇപ്പം വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാരണം അഥവാ എന്തായാലും കയ്യിൽ നിന്ന് പോകുന്നു. ഇപ്പം നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. വണ്ടി ടയർ മാറിയപ്പോൾ ഓടിക്കാനും ഒരു സുഖമുണ്ട്. മഴ ആയതുകൊണ്ട് വണ്ടി അവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് നാളെ ഒന്ന് വണ്ടി സർവീസിന് കൊണ്ടുപോകണം. അപ്പം അടുത്ത വീഡിയോ കാണാം.